ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ലഞ്ചിന് ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് എസ്പെഷ്യലി വെജിറ്റേറിയൻസിന് ഏറ്റവും നല്ലൊരു ഡിഷാണ്. ഞാനിവിടെ മഷ്റൂമാണ് എടുത്തേക്കുന്നത്. മഷ്റൂമിനകത്ത് സാധാരണ നമ്മൾ മാറിനേറ്റ് ചെയ്യുന്ന പോലെ എല്ലാ മസാല ഐറ്റംസും ഇട്ട് മാറിനേറ്റ് ചെയ്യും. വെജിറ്റബിൾ മസാല ഇട്ടാലും മതിയാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ചിക്കൻ മസാലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല, ഇടിച്ച മസാലയൊക്കെ ഇട്ട് മാറിനേറ്റ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഞാനിവിടെ ക്രിസ്പിനെസ്സിനായിട്ട് ഒരല്പം മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ചെന്ന് മാറിനേറ്റ് ചെയ്ത് നമ്മൾ സോസ് പാനിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, നല്ല ക്രിസ്പി ആകുന്നത് വരെ. ഈ ബാറ്ററിൽ നമ്മൾ മാറിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ആ മഷ്റൂമിനെ പൊതിയുന്ന രീതിയിലേക്ക് ആകണം. ഇത് ഞാനിവിടെ ബട്ടൺ മഷ്റൂമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു നന്നായിട്ട് അതിനകത്ത് തന്നെ ഡിപ്പ് ചെയ്തിട്ട് ഞാൻ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്താൽ മതിയാകും, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതോടൊപ്പം നമ്മൾ കറി ലീവ്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയോ അല്ലെങ്കിൽ നമ്മുടെ ഇറ്റാലിയൻ സീസണിങ്സ് വേണമെങ്കിൽ ഇടാം. അപ്പം വേറൊരു ഡിഫറെൻ്റായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഒറിഗാനോ, റോസ്മേരി അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇട്ട് ഇത് മാറിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് സോസ് ചേർക്കാം. ഞാനിവിടെ ഹോട്ട് ചില്ലി സോസും ടൊമാറ്റോ സോസും പിന്നെ ചേർത്തേക്കുന്നത് സോയ സോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനൊരു നല്ലൊരു കളർഫുള്ളായിട്ട് ഇരിക്കുകയും ചെയ്യും, കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുകയും ചെയ്യും. അപ്പം നമ്മൾ ആ സോസെല്ലാം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ടോസ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും ആ കോട്ടിങ് അതിലേക്ക് വരും, ഈ സോസിൻ്റെ എല്ലാം കൂടെ. അപ്പോൾ ഒരു ടാങ്കി ഫ്ലേവറും ഒരു സ്വീറ്റ് ആൻഡ് എന്താ പറയുന്നത് സ്പൈസി ടേസ്റ്റൊക്കെ വരും. അപ്പോൾ അത് ഭയങ്കര ഒരു ടേസ്റ്റാണ്. നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് കഴിക്കാം. പക്ഷേ ഇത് സോഗിയായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഒരു ക്രിസ്പി ആയിട്ട് എടുക്കണം. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഗ്രില്ല് വെച്ച് ഒന്നുകൂടി ഗ്രില്ല് ചെയ്താൽ ക്രിസ്പിനെസ് കൂടും. ഞാനിതിൽ ഇപ്പോൾ ഗ്രില്ല് ചെയ്യുന്നില്ല. അപ്പം തൽക്കാലം ഇതിനകത്ത് ഫ്രൈഡ് സെസമി സീഡ് ഇടുകയാണ്. ഇനി വേണമെങ്കിൽ സാധാരണ ഉള്ള വൈറ്റ് സെസമി സീഡ് ഇട്ടാലും നല്ലതാണ്. അത് അത്യാവശ്യം അയണും ഒക്കെ ഇതിനകത്ത് ആഡഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ എല്ലാവരും ഇത് പ്രത്യേകിച്ച് ഉണ്ടാക്കി നോക്കണം. ആരെങ്കിലും വെജിറ്റേറിയൻ ഗസ്റ്റ് വന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് നോൺ വെജായിട്ട്. പിന്നെ നമ്മുടെ നല്ല എത്ര ഇതായിട്ട് നോക്കി നമ്മുടെ മഷ്റൂം ചില്ലി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു കബാബ് ഐറ്റമായിട്ട് വേണമെങ്കിലും ഒരു സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിലും നമുക്കെടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ഗീ റൈസാണ് ഇവിടെ സെർവ് ചെയ്തിരിക്കുന്നത്. മറ്റ് കറി ഉണ്ട് ഇതിനോടൊപ്പം തന്നെ. അപ്പോൾ ഇതൊരു നല്ലൊരു ഈസി ലഞ്ച് ഐറ്റമാണ്, ഡിഷാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു വിഭവമാണെങ്കിൽ ഒരു 5 to 10 minutes മതി. നമുക്ക് മഷ്റൂം വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പം സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായിട്ട് വേണം. താങ്ക് യു ഫോർ മാഗീസ് കിച്ചൺ.